തോട്ട്സ് ഓഫ് താര കല്യാൺ അവതരിപ്പിക്കുന്ന ഒരു കഥ ചൊല്ലാം നിങ്ങൾക്ക് വേണ്ടി എന്ന ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ആരായിരുന്നു ഞാൻ. ഈ കഥയുടെ 3-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ 2 ഭാഗങ്ങൾ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. 3-ാം ഭാഗത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു ക്വിക്ക് റീക്യാപ്പ്. സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് ചാർജ് എടുത്തിരിക്കുകയാണ് പ്രണവ്. അവനെ വളർത്തി വലുതാക്കി ഇത്രയും നല്ല സ്ഥിതിയിലാക്കിയതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അവൻ്റെ അച്ഛൻ സേതുമാധവനുള്ളതാണ്. പ്രണവ് തീരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അവരെ രണ്ടുപേരെയും ഉപേക്ഷിച്ച് മറ്റൊരു ജീവിതം തേടിപ്പോയവരാണ് അവൻ്റെ അമ്മ അഞ്ജലി. ഇന്ന് ഇത്രയും വർഷങ്ങൾക്കിപ്പുറം ഈ സന്തോഷ നിമിഷം ആഘോഷിക്കാൻ ഒരു സെലിബ്രേഷൻ പാർട്ടി ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ് പ്രണവ്. അതിൽ പങ്കെടുക്കാൻ സേതു പ്രണവിൻ്റെ അമ്മയെ ക്ഷണിക്കുന്നു. പക്ഷേ അതേക്കുറിച്ച് സേതു മനഃപൂർവ്വം പ്രണവിനെ അറിയിച്ചില്ല. തന്നെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഉപേക്ഷിച്ചു പോയ അമ്മയോട് അവന് പൊറുക്കാനാവുമായിരുന്നില്ല. എന്നാൽ ക്ഷണം ലഭിച്ച അഞ്ജലിക്ക് വലിയ സന്തോഷമായി. വർഷങ്ങൾക്കിപ്പുറം താൻ പ്രസവിച്ച മകനെയും ഒരു കാലത്ത് തൻ്റെ എല്ലാമായിരുന്ന സേതുവിനെയും വീണ്ടും ഒരിക്കൽ കൂടി കാണാൻ കിട്ടുന്ന അവസരത്തിൽ അവൾ സന്തോഷിച്ചു. സേതു നിറഞ്ഞ പുഞ്ചിരിയോടെ അവളെ സ്വീകരിച്ചു. പക്ഷേ പ്രണവ് മൂശയേറിയ വാക്കുകൾ കൊണ്ട് അവളെ കുത്തിനോവിച്ചു. മനംനൊന്ത് കരയുന്ന അഞ്ജലിയെ സേതു വളരെ പ്രയാസപ്പെട്ട് ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. അവർ പതിയെ തങ്ങളുടെ ഇന്നലകളിലേക്ക് വഴുതി വീണു. ഒരു റീവൈൻഡ്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് സുഹൃത്തുക്കളായിരുന്നു. ക്രമേണ അത് പ്രണയബന്ധമായി. ഒടുവിൽ വിവാഹിതരായി. ഒരു കുഞ്ഞു പിറന്നു. സേതു നല്ല ചിത്രകാരനായതുകൊണ്ട് നല്ല കലാസൃഷ്ടികൾ നടത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കെ അഞ്ജലിക്ക് ഒരു സർക്കാർ ഉദ്യോഗം ലഭിക്കുന്നു. അപ്പോഴും അവൾക്ക് താങ്ങായി തണലായി ഒപ്പം സേതു ഉണ്ടായിരുന്നു. തറവാട് വീട് വിറ്റതിന്റെ ഷെയർ കിട്ടിയ തുക കൊണ്ട് സേതു ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങി അവിടെ ഫാമിലിയായിട്ട് താമസിച്ചു വരുന്നു. ഒരിക്കൽ അവന്റെ ഫ്ളാറ്റിന്റെ മുന്നിലത്തെ അപ്പാർട്ട്മെന്റ് ഒരു തമിഴ് കപ്പിള് വിലയ്ക്ക് വാങ്ങി താമസമാക്കി. നാഗരാജനും ഐശ്വര്യലക്ഷ്മിയും. ആദ്യം മുതലേ നാഗരാജൻ എല്ലാവരോടും വളരെ പരുഷമായിട്ടാണ് പെരുമാറി വന്നത്. എന്നാൽ ഐശ്വര്യലക്ഷ്മി ഒരു പാവം പെണ്ണായിരുന്നു. അതുകൊണ്ട് തന്നെ നാഗരാജൻ വളരെ ക്രൂരമായിട്ടാണ് അവളോട് പെരുമാറിയിരുന്നത്. പലപ്പോഴും അവളെ അടിച്ചും ഇടിച്ചും തുഴിച്ചും ഉപദ്രവിച്ചും അവശയാക്കുമായിരുന്നു. ഇത് കണ്ട് പല പ്രാവശ്യവും നിവൃത്തിയില്ലാതെ സേതു ഇടപെട്ട് കാര്യങ്ങൾ വഷളായിട്ടുണ്ട്. കയ്യാങ്കളിയിൽ വരെ എത്തിയിട്ടുണ്ട്. അത് നാഗരാജനിൽ സേതുവിനോട് ഭയങ്കരമായ പകയായി മാറുന്നു. അതേസമയം നാഗരാജൻ അറിയാതെ നന്മയുള്ള ഒരു സൗഹൃദം ഐശ്വര്യയ്ക്കും സേതുവിനും ഇടയിൽ വളർന്നു വന്നു. പല ദിവസങ്ങളിലും ഐശ്വര്യ ഭക്ഷണം പാകം ചെയ്ത് സേതുവിനും മകനും നൽകി വരുമായിരുന്നു. മലയാളം വശമില്ലാത്ത ഐശ്വര്യയ്ക്ക് ഭാഷ പഠിക്കാൻ ഒരു നല്ല പുസ്തകം സേതുവും സമ്മാനിക്കുന്നു. തന്റെ ഭാര്യയെ സഹായിക്കുന്ന സേതുവിനെ എങ്ങനെയും തറപറ്റിക്കുവാൻ നാഗരാജൻ തക്കം പാത്തു നിന്നു. ഒടുവിൽ അയാൾ അപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ ക്യാമറ ഘടിപ്പിക്കുന്നു. അതിലൂടെ സേതുവിന്റെ മൂവ്മെന്റ്സ് മോണിറ്റർ ചെയ്യാനായിരുന്നു അത്. അതോടെ ഐശ്വര്യയുടെയും സേതുവിന്റെയും സൗഹൃദം പൊടുന്നനെ നിന്നു പോകുന്നു. ശേഷം കഥയിലേക്ക്. ഐശ്വര്യലക്ഷ്മിയുടെ വീടിന്റെ ഫ്രണ്ടിൽ അവിടെ ക്യാമറ വെക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസം മുന്നോട്ട് പോയി. തീർത്തും ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. കാരണം ക്യാമറ വെച്ചിരിക്കുകയാണല്ലോ. പല പ്രാവശ്യം നാഗരാജൻ കഥ അടച്ചിട്ട് അവളെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. ഇയാളെ കാണിക്കാൻ വേണ്ടി ബാൽക്കണിയിൽ വെച്ച് അയാൾ ഉപദ്രവിക്കാറുണ്ട്. അത് പല്ലി കടിച്ച് അത് കാണാത്ത ഭാവത്തിലങ്ങ് പോവാറുണ്ട്. സേതുവിൻ്റെ വർക്കൊക്കെ കണ്ടിട്ട് ഒരു പുതിയ അസൈൻമെൻറ്റ് കിട്ടിയിരിക്കുകയാണ്. അവൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടായ ഒരു വ്യക്തിയുടെ കെയർ ഓഫിലാണ് അവനിത് കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു പുതിയ റിസോർട്ട്, അവിടുത്തെ എല്ലാ മുറികൾക്കും ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പെയിൻറ്റിങ്സ് നമ്മുടെ സേതുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് പുതിയ കരാറ്. അപ്പോൾ സേതു ആകപ്പാട് സന്തോഷത്തിലാണ്. വളരെ കഷ്ടപ്പെട്ട് ഞെരുക്കത്തിലും ഇരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഈ ഒരു പ്രോജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ സേതുവിൻ്റെ അവസ്ഥ കുറച്ച് ബെറ്റർ ആവും. വളരെ സന്തോഷത്തോടെ സേതു ആ പ്രോജക്റ്റ് സ്വീകരിച്ചു, സൈൻ ചെയ്തു. ആ പ്രോജക്റ്റ് തുടങ്ങാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അത് മേടിക്കാനായിട്ട് ഇയാൾ പുറപ്പെടാൻ പോവുകയാണ്. റെഡി ആകാനായിട്ട് ഇയാൾ പോയി വാഷ്റൂമിൽ പോയി മുഖമൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കാർഡ് കിടക്കുന്നത് കണ്ടു. കാർഡെന്ന് വെച്ചാൽ ഈ പ്രഗ്നൻസി ടെസ്റ്റൊക്കെ ചെയ്യുന്ന കാർഡുണ്ടല്ലോ, അത് അവിടെ കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഇയാളിതെടുത്ത് നോക്കിയപ്പോൾ 2 വര കിടപ്പുണ്ട്. ഒരു സെക്കൻഡ് അയാൾക്ക് എടുത്തു അത് മനസ്സിലാക്കാൻ. അത് നമ്മുടെ അഞ്ജലി ഉപയോഗിച്ചിട്ട് അവിടെ വെച്ചിട്ട് പോയിരിക്കുകയാണ്. അത് പോസിറ്റീവ് റിസൾട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു സെക്കൻഡ് ഇയാൾക്ക് വലിയ സന്തോഷം തോന്നി. പിന്നെ ഇയാൾക്ക് തോന്നി എന്തുകൊണ്ട് അഞ്ജലി ഈ റിസൾട്ട് പോസിറ്റീവായിട്ടും തന്നോട് പറയാത്ത എന്തുകൊണ്ടാണ്. ഇനി ഇയാൾക്ക് സംശയം തോന്നി. മേ ബി ഒരു സർപ്രൈസായിട്ട് പറയാനായിട്ടായിരിക്കും എന്ന് വിചാരിച്ചു ഇയാൾ. എന്തായാലും ഇയാൾക്ക് ഭയങ്കര സന്തോഷമായി. ഇയാൾ പുറത്തിറങ്ങി വന്നപ്പോൾ അഞ്ജലി പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ഓടി ചെന്ന് അഞ്ജലിയെ കെട്ടിപ്പിടിച്ചു. പറഞ്ഞു, നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അഞ്ജലി ഇങ്ങനെ ഒരു സെക്കൻഡ് മുഖമൊക്കെ വിളറി അവളുടെ. അവൾ ചോദിച്ചു, എന്താ ചെയ്തു നോക്കി. ആ കാർഡ് എടുത്ത് കാണിച്ചിട്ട് പറയും, ഈ പ്രഗ്നൻ്റ് അല്ലേ നീ? ഞാൻ അറിഞ്ഞു, നീ എനിക്ക് സർപ്രൈസായിട്ട് വെച്ചിരിക്കുകയാണോ എന്ന് പറയും. അപ്പോൾ അവളുടെ മുഖമൊക്കെ അങ്ങ് വല്ലാതെയായി. അവളൊന്നും മിണ്ടാതെ തല താഴ്ത്തി അങ്ങ് നിന്നു.
ഇതിൽ ഇത്രയും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ പ്രണവിന് 5 വയസ്സ് പൂർത്തിയായി, അവൻ സ്കൂളിൽ പോയി തുടങ്ങിക്കഴിഞ്ഞു. നിനക്ക് ഒരു ഉദ്യോഗമുണ്ട്, ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഏൺ ചെയ്യുന്നുണ്ട്, എനിക്കൊരു പുതിയ പ്രോജക്റ്റ് വന്നിട്ടുണ്ട്, നമ്മുടെ കുഞ്ഞിൻ്റെ ഭാഗ്യമെന്ന് വേണം പറയാൻ. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്താണ്. പഴയതുപോലെ നീ പ്രസവിക്കും, ഞാൻ നോക്കും, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും എന്നവൾ ആശ്വസിപ്പിച്ചു. എന്നിട്ട് അവൻ ഓടിപ്പോയി ഇവൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, സേതു വേണ്ട, വിളിക്കേണ്ട എന്ന് ഇവളിങ്ങനെ പറയുന്നുണ്ട്. അവൻ പറയും, നീ ചുമ്മാതിരിക്കുക, വെറുതെ ടെൻഷൻ ആവല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ പോയി ഫോൺ എടുത്ത് ഇവൻ്റെ ഫ്രണ്ടിനെ വിളിക്കുകയാണ്. ഇവൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ ഇട്ടിട്ടുണ്ട്, മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലാണത്. അവിടെയാണ് ഫസ്റ്റ് ഡെലിവറിയൊക്കെ ഇവളുടെ നടന്നതും ഈ പ്രണവിനെ പ്രസവിക്കുന്നത് എല്ലാ കാര്യങ്ങളും അവിടെയായിരുന്നു. സെക്കൻഡ് ടൈം പ്രഗ്നൻ്റ് ആയപ്പോൾ അതേ ഡോക്ടറെ കാണിക്കാനായിട്ട് ഇവൻ സംസാരിക്കാൻ പോവാണ്. ആ ഡോക്ടർ എന്ന് പറയുന്നത് ഇവൻ്റെ ഏറ്റവും ആത്മസുഹൃത്തിൻ്റെ വൈഫാണ്. ഇവരൊരുമിച്ച് പഠിച്ചതൊക്കെയാണ്. അപ്പോൾ ഇവൻ അവരെ വിളിച്ചിട്ട് അപ്പോയിൻമെൻ്റ് ഇങ്ങനെ എടുത്തു. ഉടനെ വന്നാൽ നോക്കാമെന്ന് ഡോക്ടർ പറയുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ഇതാ ഇപ്പോൾ വൈഫിനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. പക്ഷേ അഞ്ജലിക്ക് തീരെ താല്പര്യമില്ല പോകാനായിട്ട്. അവൾ പറയും, ഇല്ല എനിക്കിപ്പോൾ വരാൻ പറ്റില്ല, എനിക്ക് ഓഫീസിലേക്ക് പോകണമെന്ന് പറയാം. അപ്പോൾ സേതു പറയും, നീ എന്തായി പറയുന്നത്? ഫസ്റ്റ് ഡെലിവറി ആണെങ്കിലും സെക്കൻഡ് ഡെലിവറി ആണെങ്കിലും അത് അത്രയും സീരിയസ്നെസ്സോടു കൂടി വേണം നമ്മളതിനെ കൈകാര്യം ചെയ്യാനായിട്ട്. അറിഞ്ഞ ഉടനെ ഡോക്ടറെ പോയി കാണണം, ഇതൊക്കെ നാട്ടു നടപ്പാണ്, നിനക്ക് അറിഞ്ഞുകൊണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇവളെ നിർബന്ധപൂർവ്വം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ കൊണ്ടുപോയി ചെക്കപ്പൊക്കെ കഴിഞ്ഞു, എല്ലാം നോർമല്, കൺഗ്രാജുലേറ്റ് ചെയ്തു. അവർ പ്രഗ്നൻ്റ് ആയ ചില നിഷ്ഠകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഡോക്ടർ ഇങ്ങനെ പറയുന്നു. ഒട്ടും താല്പര്യമില്ലാതെ അഞ്ജലി അതെല്ലാം കേട്ടു. മൊത്തത്തിൽ അവൾ ഇറിറ്റേറ്റഡ് ആണ്. അപ്പോൾ അഞ്ജലി പുറത്തിറങ്ങി സേതുവിനോട് പറയും, ചെറിയ കുട്ടികളെ പോലെയാണ് കാണിക്കുന്നത്, എനിക്കറിയാം എന്താണ് വേണ്ടതെന്ന്. ഈ ഡോക്ടർ എനിക്ക് തീരെ താല്പര്യമില്ല, ഞാൻ ആരെ കാണിക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, സേതു ഇതിനകത്ത് ഇടപെടണ്ട എന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ടങ്ങ് പോയി. അങ്ങനെ ഒരു ദിവസം ജോലി ചെയ്തതിൻ്റെ പൈസയൊക്കെ വാങ്ങിച്ച് തിരിച്ച് മടങ്ങി വരികയാണ്. സ്കൂട്ടറിൽ വരുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരികയാണ്. ഇയാളെ സ്കൂട്ടർ സൈഡിൽ നിർത്തി ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഇയാൾക്ക് പരിചയമില്ലാത്തൊരു നമ്പറാണ്. അപ്പോൾ ഇയാളെ വിളിച്ചത് ഐശ്വര്യലക്ഷ്മിയാണ്. അത് ഇയാളെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ ഇയാൾ ചോദിച്ചു, എന്ത് പറ്റി ഐശ്വര്യലക്ഷ്മി, എന്താ എന്നെ വിളിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ അപ്പുറത്ത് നിന്ന് ഫോണിൽ കരയുന്നുണ്ട്. അവർ പറഞ്ഞു, ഇതെൻ്റെ നമ്പറാണ്, ഇതൊന്ന് സേവ് ചെയ്യണം, ഞാനൊരു പ്രത്യേക അവസ്ഥയിലാണ്, പ്രഗ്നൻ്റാണ് ഞാൻ, 3 മാസമായി, നാഗരാജൻ അവളെ കൊല്ലാൻ ശ്രമിക്കുകയാണ് എന്നാണ് ഐശ്വര്യലക്ഷ്മി പറയുന്നത്. ഇത് കേട്ടപ്പോൾ സേതു ഞെട്ടിത്തെറിച്ചു പോയി. കൊല്ലാൻ നോക്ക്, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അയാൾ ഉപദ്രവിക്കും, അങ്ങനെയൊക്കെ അബ്യൂസ് ഉണ്ടെന്നൊക്കെ അറിയാം, പക്ഷേ ഇവളെ കൊല്ലും എന്ന് കേട്ടപ്പോൾ അയാൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അയാൾ ചോദിച്ചു, എന്ത് പറ്റി ഐശ്വര്യലക്ഷ്മി, എന്താണ് കാര്യം പറയുമെന്ന് പറയാണ്. അപ്പോൾ അവൾ പറയും, എനിക്കറിയില്ല, എന്നെ കൊല്ലാനായിട്ട് കുറേ പ്രാവശ്യമായിട്ട് അയാൾ ശ്രമിക്കുന്നുണ്ട്, ഞാൻ ഓരോ പ്രാവശ്യവും എസ്കേപ്പ് ചെയ്ത് വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ചോദിച്ചു, നിനക്കൊന്ന് തിരിച്ച് വീട്ടിൽ പോയിക്കൂടെ, നീ എന്തിനാ ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്നത്? അപ്പോൾ അവൾ പറയുന്നത്, ഞങ്ങളുടെ തമിഴ് കൾച്ചർ അനുസരിച്ച് കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ജനിച്ച വീട്ടിലേക്ക് നമുക്ക് പ്രവേശനമില്ല, അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു, ആ ഫാമിലിയായിട്ടുള്ള ബന്ധമില്ല, പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ലൈഫാണ് ലൈഫ്, തിരിച്ചു പോയാൽ അവർ സ്വീകരിക്കില്ല. അത് മാത്രമല്ല, ആ വീട്ടിലെ മൂത്ത മകളാണ് ഐശ്വര്യലക്ഷ്മി, അവൾക്ക് താഴെ 2-3 പെൺകുട്ടികളുണ്ട്, അവരുടെ ലൈഫ് ബുദ്ധിമുട്ടിലാവും, അപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് കയറാൻ പറ്റില്ല. ഇയാളുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാനും നിവൃത്തിയില്ല, എത്ര കഷ്ടപ്പെട്ട് കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ അയാൾ കൊല്ലാൻ ശ്രമിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞുകൂടാ, എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് അവൾ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം ഐശ്വര്യ, നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് പോകാം, നമുക്ക് ഒരു പരാതി കൊടുക്കാമെന്ന് പറയണം. ഇത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഫോൺ അങ്ങ് കട്ടായി. അപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നാഗരാജൻ വരുമോ കേൾക്കുമോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവണം, അതുകൊണ്ടാണല്ലോ അബ്രപ്റ്റായിട്ട് ആ കോളങ്ങ് കട്ടായിപ്പോയത്. എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചാൽ ഇയാൾ സ്കൂട്ടറിൽ കയറി തിരിച്ചു വരികയാണ്. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് കയറി. അപ്പോൾ ഇയാളിങ്ങനെ ഈ പ്രശ്നം ഇങ്ങനെ അലട്ടുന്നുണ്ട്. ഓടിച്ചെന്ന് അസോസിയേഷൻ സെക്രട്ടറിയുടെ അടുത്ത് ഈ വിവരം പറയുകയാണ്. ഇതുപോലെ ആ സ്ത്രീ എന്നെ വിളിച്ചിരുന്നു, അയാൾ കൊല്ലുമെന്നവർ ഭയപ്പെടുകയാണ് എന്ന് എന്നോട് പറഞ്ഞു എന്ന് പറയാണ്. അപ്പോൾ അസോസിയേഷൻ സെക്രട്ടറി പറയാണ്, ഇത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാം, അറിയിച്ചിട്ട് വേണ്ടത് നമുക്ക് ഉറപ്പായിട്ട് ചെയ്യാം
എന്ന് പറയാണ്. അങ്ങനെ കുറച്ച് ദിവസം കൂടെ കടന്നുപോയി. ഇവന് പല പ്രാവശ്യം ആ ഫോണിലേക്ക് അവളെ തിരിച്ചു വിളിക്കണമെന്നുണ്ട്. പക്ഷേ പിന്നീട് കുറച്ച് ദിവസത്തേക്ക് അവിടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ആ ഐശ്വര്യലക്ഷ്മിയെ പുറത്തേ കാണുന്നില്ല. അപ്പോൾ അയാൾ വിചാരിച്ചു കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കണം. പതിവ് പോലെ അയാൾ ബാൽക്കണിയിൽ നിന്ന് അയാളുടെ പെയിൻറ്റിങ്സൊക്കെ എടുത്ത് സോർട്ട് ചെയ്ത് വെക്കുകയായിരുന്നു. അയാളിങ്ങനെ വളരെ അലസമായിട്ട് ഐശ്വര്യലക്ഷ്മിയുടെ ബാൽക്കണിയിലോട്ട് നോക്കിയപ്പോൾ നാഗരാജനും ഭാര്യയും കൂടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇപ്പുറത്തെ ബാൽക്കണിയിൽ നിന്ന് അയാൾ കണ്ടു. അയാൾക്കൊരു സെക്കൻഡ് അങ്ങനെ ഒരാൾ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ എത്തി നോക്കുന്നത് ശരിയല്ലല്ലോ, നോക്കണ്ട എന്ന് വിചാരിച്ച് അയാളിങ്ങനെ തിരിഞ്ഞു. ഒരർത്ഥത്തിൽ അയാൾക്ക് സമാധാനമായി. വഴക്കൊക്കെ ഉപേക്ഷിച്ച് അവർ രണ്ടുപേരും ഒരുമിച്ച് വളരെ സ്നേഹത്തോടെ കഴിയുന്നെങ്കിൽ ഈശ്വര അതല്ലേ നല്ലതെന്ന് വിചാരിച്ച് അയാൾ ആശ്വസിച്ച് അയാളിങ്ങനെ ബാക്കി പെയിൻറ്റിങ്സൊക്കെ എടുത്ത് ഇപ്പുറത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ താഴെ ഒരാളെ കണ്ടു. നോക്കിയപ്പോൾ അത് ഐശ്വര്യലക്ഷ്മിയാണ്. അപ്പോൾ ഒരു സെക്കൻഡ് അയാൾക്ക് മനസ്സിലായില്ല, ഐശ്വര്യലക്ഷ്മി ഇവിടെ നിൽക്കുന്നു, എന്നാൽ നാഗരാജൻ അവിടെ ഒരു സ്ത്രീയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ബാൽക്കണിയിൽ. അപ്പോൾ അയാൾക്ക് മനസ്സിലായി അവിടെ എന്തോ തരികിട സംഭവിച്ചിട്ടുണ്ട്, അത് മറ്റേതൊരു സ്ത്രീയാണ്. നമ്മുടെ ഐശ്വര്യലക്ഷ്മി ഇതറിഞ്ഞാൽ അവളുടെ ഹൃദയം പൊട്ടിപ്പോവും. പാവമല്ലേ അയാൾ, അതിൽ എന്തെങ്കിലും ചെയ്യണം. ആദ്യം അവൻ വിചാരിച്ചു ഓടിച്ചെന്ന് ബഹളം ഉണ്ടാക്കി നാട്ടുകാരെയൊക്കെ വിളിച്ച് അവൻ്റെ തനി ഗുണം പുറത്തറിയിക്കാൻ വിചാരിക്കുകയാണ്. പക്ഷേ സെക്കൻഡ് തോട്ടിൽ അവന് മനസ്സിലായി, ഇത് അങ്ങനെ അറിയിച്ചാൽ ഐശ്വര്യലക്ഷ്മിയുടെ ലൈഫേ പോയി. അവൾ ഇപ്പോഴേ സങ്കടത്തിലാണ്, ഇനി ഭർത്താവിന് ഒരു അവിഹിതവും കൂടി ഉണ്ടെന്നറിഞ്ഞാൽ അവളുടെ ലൈഫ് തകർന്നു തരിപ്പണമാവും. തന്നെ ഒരുപാട് വിശ്വാസമുള്ള അവൾക്ക് അങ്ങനെ ഒരു വിഷമം കൊടുക്കണ്ട എന്ന് വിചാരിച്ച് ഇവൻ വിചാരിക്കും തൽക്കാലം ഈ വിവരം അവൾ അറിയിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ചെയ്യാം. അങ്ങനെ അവൻ പുറത്തിറങ്ങിപ്പോയി അവളെ വിളിച്ചുകൊണ്ട് വീട്ടിനകത്തേക്ക് വരികയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ പോട്ടെ, അവിടെ നാഗരാജ് ഹസ്ബൻഡ് വീട്ടിൽ കാണും, ഞാൻ പോട്ടെ എന്ന് പറയണം. ഇല്ല, ഒരു നിമിഷം ഇവിടെ ഇരിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരാം, ഒരു പെയിൻറ്റിങ് ഞാൻ നിങ്ങളെ വരയ്ക്കാം എന്നൊക്കെ പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് സേതു പറയുന്നത്. അവളെ പിടിച്ച് അവിടെ ഇരുത്തി ഒരു ചിത്രം വരയ്ക്കാനുള്ള ഒരു ശ്രമമാണ് അവൻ അവിടെ നടത്തുന്നത്. പക്ഷേ അവന് ചിത്രം വരയ്ക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അവളിങ്ങനെ കണ്ടിന്യൂസ്ലി പറയുന്നുണ്ട്, വേണ്ട, ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് നാഗരാജൻ കണ്ടിട്ടുണ്ടാവും, അയാൾ ഇന്ന് എന്നെ ഉറപ്പായിട്ട് കൊല്ലും, എന്നെ വിട്ടേക്കും, ഞാൻ പോട്ടെ എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. സേതുവിന് ഇവളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അവിടെ നടന്ന ആ വൃത്തികേട് ഇവരെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, ഇത് പെട്ടെന്ന് ഞാൻ തീർത്തേക്കാം, പെട്ടെന്ന് വരച്ച് തരാമെന്ന് പറഞ്ഞ് അവൾ അവിടെ ഇരുത്തി വളരെ കഷ്ടപ്പെട്ട് പെയിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അയാളുടെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് അവൻ ചെയ്യുന്ന ആർട്ട് അവന് ചെയ്യാൻ പറ്റാതാവുന്നത്. അവൻ്റെ മനസ്സിൻ്റെ ആ ഒരു ടെൻഷൻ കാരണം അവൻ ആ ചിത്രം വരയ്ക്കാനേ കഴിയുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അവൻ ഓടിച്ചെന്ന് ബാൽക്കണിയിൽ നിന്ന് എത്തി നോക്കുന്നുണ്ട്. ഈ സംഭവം എല്ലാം കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞാൽ ഇവളെ തുറന്നു വിടാമല്ലോ, പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം, അവൻ കാണുമോ പോകുമോ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അവനിങ്ങനെ 2 പ്രാവശ്യം നോക്കിയപ്പോഴും ആ സ്ത്രീയും നാഗരാജനും അവിടെ തന്നെയുണ്ട്. അവസാനം ഇവർ ചോദിക്കുന്നു, നിങ്ങളിത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ സേതു പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് ബ്രഷൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നതാണ്, നിങ്ങൾ അവിടെ ഇരിക്കണം, ഞാനിപ്പോൾ പോയി ബ്രഷ് ക്ലീൻ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. അവൻ വീണ്ടും വന്നു. അപ്പോൾ സേതു ഇങ്ങനെ ബ്രഷ് ക്ലീൻ ചെയ്യുന്ന വ്യാജേന അങ്ങോട്ട് നോക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ അഡ്ജസ്റ്റബിൾ മിററാണ്, നമുക്ക് വലിച്ചൊക്കെ ഇങ്ങനെ എടുക്കാം. ബിയേർഡൊക്കെ ട്രിം ചെയ്യാനായിട്ടാണ് ആ മിറർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ കണ്ണാടി വഴി ഇവനിങ്ങനെ നോക്കാൻ ശ്രമിക്കുകയാണ്. അതിലൂടെ അവൻ കണ്ടു അപ്പുറത്ത് ഒരു സ്ത്രീ ഇങ്ങനെ എഴുന്നേറ്റ് അവരുടെ ഡ്രസ്സൊക്കെ റെഡിയാക്കി തലമുടി ഇങ്ങനെ കോതി വൃത്തിയാക്കിയിട്ട് അവരിങ്ങനെ ആ കണ്ണാടിയിലൂടെ ആ മുഖം അവന് തെളിഞ്ഞു കണ്ടു. ഒരു നിമിഷം അവൻ സ്തബ്ധനായിപ്പോയി. അത് അഞ്ജലിയുടെ മുഖമായിരുന്നു. അവന് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. അവൻ ആരെയോ രക്ഷപ്പെടുത്താൻ നോക്കിയപ്പോൾ അവൻ്റെ സ്വന്തം ഭാര്യ അപ്പുറത്ത് അവിഹിതം. അതവനെങ്ങനെ സഹിക്കുമല്ലേ? അതവൻ കണ്ടത് ആ കണ്ണാടിയിലൂടെ. ഒരു സെക്കൻഡ് അവന് അത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് ഉറപ്പുവരുത്താൻ അവൻ തിരിഞ്ഞു നോക്കി. അവൻ സ്പഷ്ടമായിട്ട് കണ്ടു അവൻ്റെ ഭാര്യ അഞ്ജലിയായിരുന്നു അത്. അവൻ്റെ കാലുകൾ തളർന്നു പോയതുപോലെ അവന് തോന്നി. അവന് ശക്തിയില്ലാത്തതുപോലെ തോന്നി. അവൻ്റെ ബോധം അവനെ വിട്ട് അകലുന്നത് പോലെ തോന്നി. ഒരു സെക്കൻഡിനുള്ളിൽ അവൻ കുഴഞ്ഞ് ആ ബാൽക്കണിയിൽ താഴെ വീണുപോയി. എത്ര നേരം അവൻ അവിടെ കിടന്നു എന്നറിയില്ല.
കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് കോൺഷ്യസ്നെസ് തിരിച്ചു കിട്ടി. അവൻ പതിയെ ഫ്രണ്ടിൽ വന്ന് നോക്കിയപ്പോൾ ആ സ്വീകരണ മുറിയിൽ അവളില്ല. അവൻ വരയ്ക്കാൻ ശ്രമിച്ച ആ ബോർഡ് മാത്രമുണ്ട്. അകത്ത് അവൻ്റെ ഭാര്യ ഒരു മൂളിപ്പാട്ടും പാടി കുളിക്കുകയാണ്. അവൻ ഒരു സെക്കൻഡ് നടന്ന കാര്യങ്ങൾ റീവൈൻഡ് ചെയ്ത് നോക്കി. ഐശ്വര്യലക്ഷ്മിയെ അവിടെ നടക്കുന്ന വിവരം അറിയിക്കാതിരിക്കാൻ അവൻ വളരെ കഷ്ടപ്പെട്ട് അവൻ്റെ സ്വീകരണ മുറിയിൽ കൊണ്ടിരുത്തി. ഇടയ്ക്കിടയ്ക്ക് ബാൽക്കണിയിൽ വന്ന് അവിടുത്തെ ആ സ്ത്രീ പോയോ എന്നറിയാൻ അവൻ പരിശോധിക്കുന്നു. ആ കണ്ണാടിയിൽ തെളിയുന്നത് അവൻ്റെ ഭാര്യയുടെ രൂപം. സേതുവിൻ്റെ ജീവിതം അസ്തമിച്ചതുപോലെ തോന്നി. എന്ത് തെറ്റാണ് താൻ ചെയ്തതെന്നോർത്ത് അവൻ വല്ലാതെ വിഷമിച്ചു. ഒരുപാട് അഞ്ജലിയെ സ്നേഹിച്ചു. ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവളെ ഒരു രീതിയിലും ഉപദ്രവിച്ചിട്ടില്ല. പകരം തൻ്റെ ജീവിതത്തിൽ ഇത്തരം ഒരു പ്രവൃത്തി കാണിച്ച അഞ്ജലിയോട് താൻ ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്താണ് എടുക്കേണ്ടതെന്നറിയാതെ അവൻ വിഷമിച്ചു പോയി. അവന് മരിച്ചു പോകണമെന്ന് തോന്നി. എല്ലാവരുടെ ലൈഫിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ. നമുക്ക് റിയാലിറ്റിയുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിൽ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാത്ത ഒരു മനുഷ്യരും ഉണ്ടാവില്ല. അത്തരത്തിലൊരു നിമിഷമായിരുന്നു അത്. അവൻ പെട്ടെന്ന് സ്കൂട്ടറിൻ്റെ താക്കോലെടുത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങ് പോയി. അവൻ നേരെ പോയത് സ്വന്തം അമ്മയുടെ അടുത്തേക്കാണ്. സാധാരണ സൺഡേസാണ് സേതു മകനെയും കൂട്ടി അമ്മയുടെ അടുത്ത് ചെല്ലാറുള്ളത്. അപ്പോൾ ആ പതിവിൽ നിന്ന് വ്യത്യാസമായിട്ട് ഒരു വർക്കിംഗ് ഡേയിൽ അവിടെ ചെന്നപ്പോഴേ സേതുവിൻ്റെ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. എന്തോ സാരമായിട്ട് അവൻ്റെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. അതെന്താണെന്നും അവർക്ക് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവർക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഏതോ ഒരു പ്രശ്നവുമായിട്ടാണ് മകൻ വന്നിരിക്കുന്നതെന്ന് അവർ തിരിച്ചറിയുന്നു. അവിടെ ചെന്നപാടെ നമ്മുടെ സേതു അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരുപാടങ്ങ് കരഞ്ഞു. ആ അമ്മ ഒരുപാട് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒടുവിൽ അമ്മയുടെ മടിയിൽ കിടന്ന് അവൻ കുറച്ച് നേരം അങ്ങ് മയങ്ങിപ്പോയി. എന്നാൽ സേതുവിൻ്റെ അമ്മയാകട്ടെ എന്താണ് സംഭവമെന്നോ എന്തിന് നീ ഇങ്ങനെ കരയുന്നുവെന്നോ എന്നൊന്നും ചോദിച്ചില്ല. പകരം ആ മകനെ അവർ തലോടി ഒന്ന് ആശ്വസിപ്പിക്കുക മാത്രം ചെയ്തു. ഒരുപാട് സമയമായിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഞെട്ടി ഉണർന്നു. സമയം നോക്കിയപ്പോൾ വല്ലാണ്ട് വൈകിയിട്ടുണ്ട്. അപ്പോൾ അവൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അയ്യോ പ്രണവ് സ്കൂളിൽ എന്നെ കാത്തു നിൽപ്പുണ്ടാവും, അവനെ വിളിക്കാൻ പോകേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയല്ലോ അമ്മ എന്ന് പറയാണ്. അമ്മയും ഒന്ന് വിഷമിച്ചു പോയി. പെട്ടെന്ന് അവൻ സ്കൂട്ടർ എടുത്ത് സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ ചെന്നപ്പോൾ എല്ലാവരും പോയി. നമ്മുടെ പ്രണവ് മാത്രം ആ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വിഷമിച്ച് ആ ഗേറ്റിൻ്റെ കമ്പിയിൽ പിടിച്ചിങ്ങനെ അച്ഛനെയും കാത്തു നിൽക്കുകയാണ്. ഒത്തിരി ഇരുട്ടി തുടങ്ങി. അവിടെ ചെന്ന പാടെ അവനെ കണ്ടപ്പോൾ തന്നെ കുഞ്ഞു ഓടി വന്ന് സേതുവിനെ കെട്ടിപ്പിടിച്ച് ഉറക്കെ കരഞ്ഞു. എന്താ പപ്പ വരാത്തത്? ഞാനിവിടെ എന്ത് വിഷമിച്ചെന്നറിയോ? ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് പപ്പ മറന്നുപോയോ എന്ന് വയ്ക്കുക. അവന് വലിയ സങ്കടം തോന്നി. തൻ്റെ സ്വന്തമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും കാരണം ആ കുഞ്ഞിനെ താൻ മറന്നുപോയല്ലോ ഒരു സെക്കൻഡ്. ഇന്നേ വരെ ജീവിതത്തിൽ സംഭവിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അത്രത്തോളം ആ മനസ്സിനൊരു വിഷമം തട്ടിയത് കൊണ്ടല്ലേ അവന് വലിയ പശ്ചാത്താപം തോന്നി. ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഉറക്കെ കരഞ്ഞ് മാപ്പ് പറഞ്ഞു. മോനെ, അച്ഛനോട് ക്ഷമിക്കണേ, ഇനി ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ പപ്പ വിഷമിപ്പിക്കില്ല, വേദനിപ്പിക്കില്ല, ഒറ്റയ്ക്കാക്കില്ല. ആ കുഞ്ഞിനെയും വിളിച്ച് അവന് തിരിച്ച് വീട്ടിലേക്ക് കയറി ചെല്ലാൻ മനസ്സ് വന്നില്ല. അവൻ നേരെ തിരിച്ച് അമ്മയുടെ അടുത്തേക്ക് തന്നെ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ അവനിങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്, അവൾ വിളിക്കുമായിരിക്കും, അന്വേഷിക്കുമായിരിക്കും. ഫോൺ ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്, മെസ്സേജ് ഇല്ല, കോൾസ് ഇല്ല, ഒന്നുമില്ല. ഈ അഞ്ജലിക്ക് ഇങ്ങനെ പെരുമാറാൻ എങ്ങനെ സാധിക്കുന്നു? കഴിഞ്ഞ ദിവസം അവൾ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞ് ഇനി ഒരു പക്ഷേ ആ കുഞ്ഞ് തൻ്റേതല്ലെങ്കിലോ, അതുകൊണ്ടാണോ അവളെന്ന് അങ്ങനെ പെരുമാറിയത്? വളരെ ഡിസ്റ്റൻ്റായിട്ടാണ് അവൾ പെരുമാറിയത്. അവനെ വഴക്ക് പറയുകയും ചെയ്തു. നീ ഇടപെടേണ്ട, ഈ കാര്യം ഞാൻ ചെയ്തു കൊള്ളാം എന്നൊക്കെ വളരെ കർശനമായിട്ട് അവൾ സംസാരിച്ചു. പൊതുവേ അങ്ങനെ സംസാരിക്കുന്ന ഒരു രീതി ഉണ്ട് അഞ്ജലിക്ക്. അതുകൊണ്ടാണ് അവനത് മനസ്സിലാവാതെ പോയത്. പക്ഷേ ഈ സിറ്റുവേഷൻ കഴിഞ്ഞപ്പോൾ അവന് തോന്നി, ഇനി ആ കുഞ്ഞ് തൻ്റേതല്ല എന്നുണ്ടോ? അത് തിരിച്ചറിയണം. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ഈ കുഞ്ഞിനെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കിയിട്ട് തൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ പോയി
അവിടെ എത്തിയതും ആ സുഹൃത്തിനെ വിളിച്ച് മനസ്സില്ലായിരുന്നു പറയാൻ, എങ്കിലും പറയാതെ നിവർത്തിയില്ലല്ലോ, കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് അവനൊരു റിക്വസ്റ്റ് പറഞ്ഞു. ഇവിടെയാണല്ലോ നമ്മൾ ടെസ്റ്റിനെല്ലാം കൊടുത്തത്, എങ്ങനെയെങ്കിലും ആ കുഞ്ഞ് എൻ്റേതാണോ അല്ലയോ എന്ന് തന്നെ അറിയിക്കണമെന്ന് പറഞ്ഞു. ഒരു DNA ടെസ്റ്റിലൂടെയൊക്കെ ഇപ്പം മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത് ചെയ്ത് തനിക്കൊന്ന് ക്ലാരിഫൈ ചെയ്യണം, അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് തൻ്റേതാണോ അല്ലയോ എന്ന്. അതൊന്ന് അറിയിക്കാൻ തന്നെ സഹായിക്കണമെന്ന് അയാൾ കേണപേക്ഷിക്കുകയാണ്. അപ്പോൾ ആ ഫ്രണ്ട് ചോദിച്ചു, ഇത് അറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാനാണ്, വാട്ട് ഈസ് യുവർ പ്ലാൻ? അപ്പോൾ സേതു പറയുന്നത്, ആദ്യം അറിയട്ടെ, കുഞ്ഞ് എൻ്റേതാണോ അല്ലയോ എന്നറിയട്ടെ, അതിന് ശേഷമല്ലേ അടുത്ത സ്റ്റെപ്പ്. പക്ഷേ എനിക്കറിയണം, എന്നെ ഇനിയും ഫൂളാക്കാൻ പാടില്ല, ഇനിയും ഫൂളാക്കാൻ ഞാൻ നിന്നു കൊടുക്കാൻ പാടില്ല. സോ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ആ കുഞ്ഞ് എൻ്റേതാണോ അല്ലയോ എന്ന് ആ DNA ടെസ്റ്റിലൂടെ എന്നെ ഒന്ന് അറിയിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ചുപോയി. അമ്മയുടെ അടുത്ത് പോയി. അന്ന് രാത്രി അവൻ വീട്ടിലേക്ക് വരുന്നില്ല. അഞ്ജലി ആണെങ്കിൽ ഒരു പ്രാവശ്യം പോലും വിളിച്ച് അന്വേഷിച്ചിട്ടില്ല. സേതു ആകപ്പാടെ പ്രയാസത്തിലായി. ഇതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് അവൻ അറിഞ്ഞുകൂടാ. അമ്മയുടെ അടുത്ത് വന്നു അവൻ ബോധരഹിതനായിട്ട് കിടന്നുറങ്ങുകയാണ്. ഭയങ്കര ഡീപ്പ് സ്ലീപ്പിലാണ്. അടുത്ത ദിവസം നേരം ഒരുപാട് പുലർന്നിട്ട് ഇവന് ഉണർന്നിട്ടില്ല. അപ്പോൾ ഫോണിങ്ങനെ നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിട്ട് അമ്മ വന്ന് ഇവനെ ഉണർത്തി. സേതു, കുറേ നേരമായിട്ട് ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, നീ എടുക്കുന്നു. അപ്പോഴാണ് ഇവന് ഓർമ്മ വരുന്നത്. ചാടി എഴുന്നേറ്റ് ഇവനെ ആലോചിച്ചു, ഒരു പക്ഷേ അഞ്ജലി വിളിക്കുന്നതായിരിക്കും. അവൻ കാത്തിരുന്ന കോളാണല്ലോ അത്. ആ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അസോസിയേഷൻ സെക്രട്ടറിയുടെ കോളാണ്. അവൻ എന്ത് പൊല്ലാപ്പാണെന്ന് വിചാരിച്ച് അവൻ ഫോൺ എടുത്തു. അപ്പോൾ സെക്രട്ടറി ഇങ്ങനെ പറഞ്ഞു, നീ പെട്ടെന്ന് റെഡിയാവുക, നമുക്കൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോകണമെന്ന്. അപ്പോൾ സേതു പറഞ്ഞു, അല്ല സാർ, ഞാൻ അവിടെ ഇല്ല, ഞാൻ അമ്മയുടെ അടുത്താണ്, ഞാൻ ഇന്നലെ രാത്രി വീട്ടിലുണ്ടായിരുന്നില്ല എന്ന് പറയും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് സെക്രട്ടറി ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, എന്തു പറ്റി? നമ്മുടെ ഐശ്വര്യലക്ഷ്മിക്കൊരു ആക്സിഡൻ്റായി, ഹോസ്പിറ്റലാണ്, വളരെ സീരിയസ് ആണ്, നമുക്ക് ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇപ്പം തന്നെ പോയി നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് ലോഡ്ജ് ചെയ്യണമെന്ന്. അത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ശബ്ദമൊക്കെ അടഞ്ഞു പോയി. പിന്നെ തലയൊക്കെ പെരുക്കുന്നത് പോലെ തോന്നി. പിന്നെ ആ ഫോൺ കട്ട് ചെയ്തു. ആക്ച്വലി അയാൾ പറഞ്ഞതിനൊരു മറുപടി ഒന്നും ഇയാൾ സംസാരിച്ചില്ല. പെട്ടെന്ന് മുഖം കഴുകി റെഡിയായി കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ചിട്ട് സ്കൂട്ടർ എടുത്ത് അവൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു അരമണിക്കൂറേ ആയിട്ടുള്ളൂ അവളെയും കൂട്ടിക്കൊണ്ട് അവളുടെ അച്ഛനും അമ്മയും നാട്ടിലേക്ക് പോയി എന്നറിയുന്നു. അപ്പോൾ ഒന്ന് കാണാൻ പോലും അവന് സാധിച്ചില്ല. അടുത്തത് ഈ സെക്രട്ടറിയുമായിട്ട് നമ്മുടെ സേതു പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. SI പറയുന്നത്, നിങ്ങൾക്കൊരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ലോഡ്ജ് ചെയ്യാം, പക്ഷേ ഒരു വളരെ സ്ട്രോങ് ആവുന്നത് ഐശ്വര്യലക്ഷ്മിയുടെ സൈൻ ചെയ്തൊരു പെറ്റീഷൻ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത് അന്വേഷിച്ച് ബോധ്യപ്പെട്ടിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സെക്രട്ടറി പറയും, അങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവരെ ഒന്ന് കണ്ടുപിടിച്ച് ഒന്ന് സൈൻ ചെയ്ത് കൊണ്ടുവരണം, അതിന് സേതു തന്നെ മുൻകൈ എടുക്കണം, അവരുടെ മേൽവിലാസം കൊടുത്തിട്ട് അവരെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ പെറ്റീഷൻ ഒന്ന് സൈൻ ചെയ്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഇയാളെ ഏൽപ്പിച്ചിട്ട് സെക്രട്ടറി അങ്ങ് പോവാണ്. അപ്പോൾ ഇയാൾക്ക് തോന്നി, ഇതിനി മാറ്റി വെക്കേണ്ട കാര്യമില്ല, എന്തായാലും ഒരു ആക്സിഡൻ്റായിട്ട് കണ്ടില്ലല്ലോ, എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞിട്ടുമില്ല, അതറിഞ്ഞിട്ട് മതി ബാക്കി കാര്യമെന്ന് വിചാരിച്ച ഇയാൾ വണ്ടി കയറി തമിഴ്നാട്ടിലോട്ട് പോവാണ്. വല്ല വിധേനയും വീട് കണ്ടുപിടിച്ച് ഐശ്വര്യലക്ഷ്മിയുടെ വീട്ടിന് മുന്നിലെത്തി. അവിടെ ചെന്ന് ഐശ്വര്യലക്ഷ്മിയെ കണ്ടു കഴിഞ്ഞപ്പോൾ സേതു ആകെ തകർന്നു പോയി. അത്രയും മോശം അവസ്ഥയിലാണ് ഐശ്വര്യലക്ഷ്മി. അപ്പോൾ ഇയാളിങ്ങനെ കാര്യം പറയുന്നുണ്ട്, നമുക്കിതൊരു കേസാക്കണമെന്ന് സെക്രട്ടറി പറഞ്ഞു, ഈ ഒരു പെറ്റീഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് പറയാമോ എന്ന് ചോദിക്കുകയാണ്. അവൾക്ക് സംസാരിക്കാനുള്ള ഒരു ആരോഗ്യമില്ല, എങ്കിലും അവൾ കാര്യം പറഞ്ഞു. ഈ സേതു അവരുമായിട്ട് സംസാരിക്കുമോ വീട്ടിൽ വരുമോ എന്നൊക്കെ ഉള്ളൊരു കാര്യം മോണിറ്റർ ചെയ്യാൻ അവിടെ ഒരു ക്യാമറ വെച്ചിരുന്നല്ലോ. അപ്പോൾ ഈ ക്യാമറയുടെ ലൈൻ ഇങ്ങനെ വലിച്ചതിൽ അകത്ത് ഒരു സ്ഥലത്ത് കട്ടായിട്ടുണ്ട്. അപ്പോൾ ഇയാളിത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് കാണുന്നില്ലല്ലോ, അപ്പോൾ ആരോ ഇത് മനഃപൂർവ്വം കട്ട് ചെയ്തതാണ്, വീട്ടിൻ്റെ അകത്താണ് ലൈന് കട്ടായിരിക്കുന്നത്, അപ്പോൾ അത് മറ്റാരുമല്ല ഈ ഐശ്വര്യലക്ഷ്മി തന്നെ ചെയ്തതാണ് എന്നാണ് അയാൾ വാദിച്ചുകൊണ്ടിരുന്നത്.
അപ്പോൾ ഐശ്വര്യലക്ഷ്മി പറഞ്ഞു, ഞാനിത് ചെയ്തിട്ടില്ല, എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയില്ല. ഇനി അഥവാ അത് കട്ടായിട്ടുണ്ടെങ്കിൽ അത് വല്ല എലിയോ മറ്റോ കറണ്ട് കട്ട് ചെയ്തതായിരിക്കണം എന്നവൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അയാളത് ഒരിക്കലും കൂട്ടാക്കുന്നില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, നീ അല്ല എന്ന് എനിക്കത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഒരു സ്റ്റൂൾ എടുത്തിട്ടിട്ട് നീ അതിൻ്റെ പുറത്ത് കയറി ഒന്ന് നിൽക്കുക, ആ ഹൈറ്റ് ഞാൻ നോക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ ഇവള് കാല് പിടിച്ച് പറയാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യില്ല എന്നവൾ ഒരുപാട് തവണ കരഞ്ഞ് അവൻ്റെ കാല് പിടിച്ച് പറയാണ്. പക്ഷെ അവൻ വിട്ടുകൊടുക്കുന്നില്ല. നീ അത് പ്രൂവ് ചെയ്യണം, നീ എൻ്റെ പുറത്ത് കയറി നിന്ന് കൈയൊന്ന് ഉയർത്തി പിടിക്കുക, നിനക്കത് ഹൈറ്റ് എത്തുന്നുണ്ടോ എന്ന് എനിക്ക് കാണണം. അപ്പോൾ ഹൈറ്റ് എത്തിയില്ലെങ്കിൽ നിനക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ നീ അതൊന്ന് കയറുക എന്ന് പറയാം. അപ്പോൾ അവൾ പറയും, എനിക്ക് പറ്റില്ല, ഞാൻ പ്രഗ്നൻ്റാണ്, എനിക്ക് കയറാൻ പറ്റില്ല എന്ന് പറയാണ്. ഈ കള്ളത്തരം ഒന്നും എൻ്റെ അടുത്ത് നടക്കില്ല, നീ കയറി നിന്ന് ആ കൈ ഇങ്ങനെ പിടിച്ച് നോക്കുക, എനിക്ക് ബോധ്യം വരണം അത് നിനക്ക് കൈ എത്തില്ല, അങ്ങനെയാണെങ്കിൽ ഞാനിത് വിട്ടേക്കാം എന്ന് പറയാണ്. നിവൃത്തി കെട്ട വല്ല വിധേനയും ആ സ്റ്റൂളിൽ ഇവൾ വലിഞ്ഞ് കയറി ആ വയറ് നിൽക്കുന്ന ആ കട്ട് ചെയ്ത ഭാഗമുണ്ടല്ലോ അവിടേക്ക് ഇവളിങ്ങനെ കൈ ഉയർത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇവളുടെ കൈ തട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ അവൻ അടുത്ത് വന്ന് നോക്കി. അപ്പോൾ ഇവളുടെ കൈ തട്ടുന്നില്ല. അവൻ ദേഷ്യത്തിൽ ആ സ്റ്റൂളിനെ ഒരൊറ്റ ചവിട്ടങ്ങ് ചവിട്ടിയപ്പോൾ ഇവൾ ആ സ്റ്റൂളിനെ മേളിൽ നിന്ന് ഭയങ്കര ഫോഴ്സിൽ നിലത്തടിച്ച് വീഴാണ്. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഇവള് പല പ്രാവശ്യവും പറയുന്നുണ്ട്, ഇയാൾ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. അത് കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആകെപ്പാടെ അവളത് പറഞ്ഞത് അവളുടെ അച്ഛനമ്മയോടും പിന്നെ സേതുവിനോടുമാണ്. പക്ഷേ ആരും അവളെ സഹായിക്കാൻ ഒരു മുൻകൈ എടുത്തില്ല. ഇന്ന് അത് കാരണം അവൾക്ക് വലിയൊരു അപകടം ഉണ്ടായി. അവളുടെ കുഞ്ഞ് അബോർഷനായി പോവുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ സേതുവിന് വലിയ ദുഃഖമായിപ്പോയി. അയാൾ സഹായിച്ചില്ല എന്നൊരു തോന്നൽ ഇയാൾക്ക് വലിയൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാക്കി. ഇയാൾ പറഞ്ഞു, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് കേസാക്കാം, നിങ്ങൾ ഈ പെറ്റീഷൻ ഒന്ന് സൈൻ ചെയ്ത് തന്നാൽ മതി എന്ന് പറയാം. അപ്പോൾ അവൾ ചോദിക്കും, ഇത് ചെയ്ത് തന്നിട്ട് എന്ത് ചെയ്യാനാണ്? അയാളെ പിടിച്ച് ജയിലിലിട്ടാൽ എൻ്റെ ലൈഫ് എന്താവും? ഹസ്ബൻഡില്ലാതെ എനിക്കെങ്ങനെ ജീവിക്കാൻ പറ്റും? ഇവിടെ നിർത്തത്തില്ല. വീട്ടിലാണെങ്കിലും അമ്മ പറയും, മോനെ എൻ്റെ കുഞ്ഞിനെ ഒന്ന് രക്ഷിക്കുമോ, ഇവിടെ നിർത്താൻ പറ്റില്ല, അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കുമോ എന്ന് ആ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷേ ഇവൻ എന്ത് ചെയ്യണമെന്ന് ഇവൻ അറിഞ്ഞുകൂടാ. സേതു ആകെപ്പാടെ ഒരു ധർമ്മസങ്കടത്തിലാണ്. ആ സന്ദർഭത്തിലാണ് ഇവനൊരു കോൾ വരുന്നത്. ഇവൻ്റെ കൂട്ടുകാരൻ്റെ വൈഫാണ് വിളിക്കുന്നത്, ആ ഡോക്ടറില്ലേ, അവർ ടെസ്റ്റിൻ്റെ റിസൾട്ട് അറിയിക്കാനായിട്ട് വിളിക്കുകയാണ്. പിന്നെ നെഞ്ച് പടപടാന്നടിക്കുന്നുണ്ട്. അവൻ ഫോൺ എടുത്ത് ഹലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, കുഞ്ഞ് സേതുവിൻ്റെ തന്നെയാണ്, DNA ടെസ്റ്റിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ ഇവന് ആശ്വസിക്കണോ സങ്കടപ്പെടണോ എന്നറിയാത്തൊരു അവസ്ഥ. ഈ ന്യൂസ് കിട്ടിയ ഉടനെ ഇവൻ്റെ ഫസ്റ്റ് ചിന്ത എന്ന് പറയുന്നത് തിരിച്ച് വീട്ടിൽ പോകണം. ഇവൻ്റെ കുഞ്ഞിനെ അവൾ ഗർഭിണിയാണല്ലോ, അപ്പോൾ എന്തൊക്കെ വന്നാലും ആ കുഞ്ഞിനെ അവൾ നന്നായി പ്രസവിച്ച് ആ കുഞ്ഞിനെ വളർത്തണം, അവളോട് ക്ഷമിക്കണം, ലൈഫിൽ ഇനി ഇത്തരം പ്രയാസങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം. അവൻ്റെ ലൈഫിൻ്റെ നന്മയ്ക്ക്, അവൻ്റെ കുട്ടികളുടെ നന്മയ്ക്ക് അവൻ ഇനിയും ക്ഷമിക്കുന്നത് അത്യാവശ്യമാണെന്ന് അവൻ തിരിച്ചറിയുന്നു. അവൻ പോകാനായിട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ ഐശ്വര്യലക്ഷ്മിയുടെ അമ്മ മുന്നിൽ വന്ന് ഇങ്ങനെ തൊഴുത് കരഞ്ഞ് പറയുകയാണ്, എൻ്റെ മോളെ എങ്ങനെയും ഒന്ന് രക്ഷിക്കണം, എൻ്റെ മോൾക്ക് എന്തെങ്കിലും ഒരു വഴി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ് വളരെ നിസ്സഹായയായി ആ സ്ത്രീ ഇങ്ങനെ കരഞ്ഞ് അപേക്ഷിക്കുകയാണ്. താൻ എങ്ങനെയാണ് ഇവളെ സഹായിക്കുക എന്ന് അയാൾ ഒരു നിമിഷം ആലോചിച്ചു. സ്വന്തം ലൈഫ് ഒരു പ്രതിസന്ധി ഘട്ടത്തിലിരിക്കുമ്പോൾ മറ്റൊരാളെ അവൻ എങ്ങനെ സഹായിക്കാൻ പോകും? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ആ സന്ദർഭത്തിൽ നിന്നും അവൻ ഒന്ന് ഊരിപ്പോവുകയാണ്. അവൻ്റെ ഉള്ളിലറിയാം അവൻ ആ പറഞ്ഞതിലൊന്നും ശരിയല്ല എന്ന്. അവൻ എങ്ങനെയും തിരിച്ച് വീട്ടിലെത്തണം, ആ കുഞ്ഞിനെയും കൊണ്ട് അവൻ്റെ ആ പഴയതുപോലെ അവൻ്റെ ലൈഫ് അവന് തിരിച്ചു പിടിക്കണം. ഇത് മാത്രമേ സേതുവിൻ്റെ മനസ്സിലുള്ളൂ. അങ്ങനെ ആ സേതു ഇങ്ങനെ തിരിഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ അവളൊന്ന് വിളിച്ചു, സാർ ഒരു നിമിഷം നിൽക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ അവൾ അത്യാവശ്യം മലയാളമൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവനറിയാം അവളുടെ ഒരു ചോദ്യത്തിനും ഉത്തരം അവന് നൽകാൻ സാധിക്കില്ല, അവൻ അശക്തനാണ് അതിന്. എങ്കിലും അവൻ ക്ഷമയോടെ അവളുടെ ചോദ്യത്തിനായിട്ട് നിന്നു കൊടുത്തു. ഐശ്വര്യലക്ഷ്മി സേതുവിനെ നോക്കി ഒരു ചോദ്യമാണ് ചോദിച്ചത്, നിങ്ങൾക്ക് ഞാൻ ആരായിരുന്നു? ആ ചോദ്യത്തിന് മുന്നിൽ അവൻ പതറിപ്പോയി.
ഒരു അമ്മയുടെ സ്ഥാനത്താണ് അവളെ കണ്ടതെങ്കിൽ ഒരു മകന് തൻ്റെ അമ്മയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ടല്ലോ. ഇനി ഒരു സുഹൃത്താണെങ്കിൽ അപ്പോഴും ഒരു ഉത്തരവാദിത്വമുണ്ടല്ലോ. തൻ്റെ സുഹൃത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ അതിലിടപെടുകയും രക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം സുഹൃത്തിനുണ്ടല്ലോ. ഇവൻ്റെ ഭാര്യയെ കാരണമാണ് അവളുടെ ലൈഫ് ഇന്ന് താറുമാറായിരിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ രക്ഷിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഇവനുണ്ട്. 100 ചോദ്യങ്ങൾ ചോദിക്കാതെ കണ്ണുകളിലൂടെ അവൾ ചോദിച്ചു കൊണ്ടേയിരുന്നു. അവളെ ഫേസ് ചെയ്യാൻ കഴിയാതെ, അവളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാതെ അശക്തനായിട്ട് വളരെ വിഷമത്തോടെ അവൻ തിരിഞ്ഞു നടന്നുപോയി. അവൻ വല്ല വിധേനയും ഒരു വണ്ടി കയറി തിരിച്ച് നാട്ടിലെത്തി. അവനാകെ അസ്വസ്ഥനായിരുന്നു. അവൻ നേരെ ചെന്നത് അവൻ്റെ അമ്മയുടെ അടുത്തേക്കാണ്. അവിടെ ചെന്ന് പ്രണവിനെയും കൂട്ടി തൻ്റെ സ്കൂട്ടറിൽ നേരെ അവൻ ചീറിപ്പാഞ്ഞ് അപ്പാർട്ട്മെൻറ്റിലെത്തുകയാണ്. ജീവിതം തിരിച്ചു പിടിക്കാനുള്ള വ്യഗ്രതയിലാണ് അവൻ. ഓർക്കാപ്പുറത്ത് സേതുവിനെയും പ്രണവിനെയും കൂടി കണ്ടപ്പോൾ അഞ്ജലി ഞെട്ടിപ്പോയി. പക്ഷേ അവർ ഒരു നിമിഷത്തെ ആ ഒരു ഭാവവ്യത്യാസത്തിന് ശേഷം ഒന്നും അറിയാത്ത പോലെ അവൾ മുറിക്കകത്ത് പോയി. അവളുടെ ഒരു പതിവ് രീതി പോലെ മൂളിപ്പാട്ട് പാടിക്കൊണ്ട് അവൾ കുളിക്കുകയാണ്. അപ്പോൾ ഇപ്പുറത്തെ മുറിയിൽ സേതു ഇങ്ങനെ ആകെ അസ്വസ്ഥനാണ്. അവനിങ്ങനെ പല പ്രാവശ്യം ആലോചിച്ചു എങ്ങനെയാണ് അഞ്ജലിയോട് ഇതൊക്കെ ഒന്ന് പറഞ്ഞ് അവളെ ഒന്ന് മനസ്സിലാക്കിപ്പിച്ച് ഇതെല്ലാം ഒന്ന് അവസാനിപ്പിച്ച് ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ അവളെങ്ങനെ കൺവിൻസ് ചെയ്യും എന്ന് അയാളിങ്ങനെ വളരെ വിഷമിക്കുകയായിരുന്നു. നമ്മുടെ പ്രണവ് ഇതൊന്നും അറിയാതെ അപ്പുറത്ത് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഇയാൾ അനക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ അഞ്ജലി ഒരു പെട്ടി എടുത്ത് വെച്ച് ഇവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവനിങ്ങനെ ആലോചിച്ചപ്പോൾ ഇനി യാത്ര വല്ലതും പോവുകയാണോ, ഇവളോടിത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണ്ട ഇവളെ പറഞ്ഞു വിടാനായിട്ട്. എങ്ങനെ ഇത് തുടങ്ങണം, ഇതെങ്ങനെ പറഞ്ഞ് ഇവളെ കൺവിൻസ് ചെയ്യിക്കണം എന്നുള്ള ഒരു ധർമ്മസങ്കടത്തിലാണ് സേതു നിൽക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മനസ്സിലിട്ടെന്ന് ഒരു റിഹേഴ്സൽ പോലെ ചെയ്യുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇവൻ അടുക്കളയിൽ പോയി ചായ ഇട്ടു. 2 ഗ്ലാസ് ചായ ഇട്ടു. അഞ്ജലിക്കും അവനും കൂടെ ഒരു ചായ ഇട്ട് അവൻ ആ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ ചായ ഇവൾക്ക് കൊടുക്കാൻ നോക്കിയപ്പോഴാണ് പെട്ടിയൊക്കെ ആയിട്ട് ഇവൾ പുറത്തേക്ക് വരുന്നത്. വളരെ കൂളായിട്ട് അവൾ വന്നിട്ട് അവൾ പറഞ്ഞു, സേതു എനിക്ക് നിങ്ങളോടൊരു കാര്യം സംസാരിക്കാനുണ്ട്, ഞാൻ പോവുകയാണ് സേതു. സേതു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. പോവുകയാണോ? എങ്ങോട്ടേക്ക്? അഞ്ജലി പറഞ്ഞു, സേതു മനസ്സിലാക്കണം, നിങ്ങളോട് ഇത് പറയാതെ പോകേണ്ടി വരുമോ എന്ന് ഞാൻ പേടിച്ചു. കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് സേതുവിന് നന്നായിട്ടറിയാം. നിങ്ങളെ ഒരു കാലത്ത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്, നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല. ഇന്ന് നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബോണ്ടിങ് ഇല്ല. അറ്റ്ലീസ്റ്റ് എനിക്കില്ല. എനിക്ക് ഇന്ന് മറ്റൊരാളെയാണ് ഇഷ്ടം. ജീവിതം ഒന്നേ ഉള്ളൂ. ഞാൻ അത് ഫുള്ളായിട്ട് ജീവിക്കാൻ തീരുമാനിച്ച ഒരാളാണ്. എൻ്റെ ഒരു പ്രകൃതം സേതുവിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണ്. അവൻ ഓടി വന്ന് അവളെ വട്ടം പിടിച്ച് പറഞ്ഞു, അഞ്ജലി നീ എന്താണ് ഈ പറയുന്നത്? എൻ്റെ കുഞ്ഞാണ് നിൻ്റെ വയറ്റിൽ, എനിക്കും കൂടി അർഹതപ്പെട്ടതാണ് ആ കുഞ്ഞ്. നമുക്ക് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് അതിനൊരു ക്ലാരിറ്റി വരുത്തി പുതിയൊരു ലൈഫ് തുടങ്ങണമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. പഴയതൊന്നും ഞാൻ പറയുന്നില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, അതെല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കാം. പക്ഷേ എൻ്റെ ലൈഫ് അതെനിക്ക് വിട്ടുകളയാൻ പറ്റില്ല, അത് നീ മനസ്സിലാക്കണമെന്ന് പറയണം. അപ്പോൾ ഇവള് അവൻ്റെ കൈ വളരെ സ്റ്റേണായിട്ട് പിടിച്ച് മാറ്റി. സേതു എന്താണ് ഈ പറയുന്നത്? ഈ കുഞ്ഞ് നിങ്ങളുടേതല്ല, ഈ കുഞ്ഞിൻ്റെ പിതൃത്വം നിങ്ങൾക്കല്ല. സേതു പറഞ്ഞു, നീ കള്ളം പറയാണ്, ഇതെൻ്റെ കുഞ്ഞാണ്, നീ വേണമെങ്കിൽ ക്ലിനിക്കിൽ വിളിച്ച് ചോദിക്കുക, ഞാൻ DNA ടെസ്റ്റ് റൺ ചെയ്തതാണ്. സേതു ഇങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ ഉറക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അഞ്ജലി പറഞ്ഞു, സേതു സ്റ്റോപ്പ് ഇറ്റ്, നോ. ഗർഭം ധരിച്ച സ്ത്രീക്കറിയാം കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന്. അത് നിശ്ചയമായിട്ടും നിങ്ങളല്ല. ഞാൻ നേരത്തെ പറഞ്ഞു ലൈഫ് ഒന്നേ ഉള്ളൂ, ആൻഡ് എനിക്ക് എൻ്റെ ടേംസിൽ ജീവിക്കാനാണ് ഇഷ്ടം. ഇത് പറയാതെ പോയിരുന്നെങ്കിൽ തെറ്റായനെ, ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിൻ്റെ നേരെ ഒന്ന് തിരിഞ്ഞു. അപ്പോൾ പ്രണവ് ഓടിച്ചെന്ന് അച്ഛനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഇവൾ പറഞ്ഞു, എനിക്കറിയാം നിനക്ക് നിൻ്റെ അച്ഛനെ തന്നെയാണ് ഇഷ്ടമെന്ന്, നീ നിൻ്റെ അച്ഛൻ്റെ കൂടെ ജീവിച്ചാൽ മതി, ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണ്, എൻ്റെ ശരി ഇതാണ്, ഞാൻ പോവുകയാണ്. എന്നിട്ട് അവൾ ഒരു ക്ഷണനേരം കൊണ്ട് ഇതെല്ലാം പറഞ്ഞു തീർത്തിട്ട് തിരിച്ച് അവനൊരു മറുപടി പറയാനോ ഒരു റിയാക്ട് ചെയ്യാനോ ഒരു അവസരം നൽകാതെ വളരെ കോൺഫിഡൻ്റായിട്ട് പെട്ടിയും തൂക്കി പുറത്തേക്കങ്ങ് പോയി.
സേതു ആക്ച്വലി ഷാറ്റേഡായിപ്പോയി. അവൻ അടിമുടി നിന്നങ്ങ് വിറയ്ക്കുകയാണ്. തൻ്റെ ലൈഫിൽ എന്താണ് സംഭവിച്ചത്? അപ്പോഴും അവൻ്റെ ചെവിയിൽ ആ ചോദ്യം ഇങ്ങനെ മാറ്റൽ കൊള്ളുന്നുണ്ട്. ആരായിരുന്നു ഞാൻ? ആരായിരുന്നു ഞാൻ? ഈ കുഞ്ഞിൻ്റെ അച്ഛൻ താനല്ല എന്നവൾ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നാൽ അതൊന്ന് കൺഫേം ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചാൽ ആ ഫോൺ എടുത്ത് ഫ്രണ്ടിനെ വിളിച്ച് കാര്യങ്ങൾ പടപെടാന്ന് അവനങ്ങ് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് പറഞ്ഞു, അയ്യോ ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ്, ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാനാണ് ഞാൻ എൻ്റെ വൈഫിനെ കൊണ്ട് കള്ളം പറയിച്ചത്. ആക്ച്വലി അത് നിൻ്റെ കുഞ്ഞല്ല എന്നാണ് DNA ടെസ്റ്റിൽ തെളിഞ്ഞു വന്നത്. കള്ളം ഞാൻ എൻ്റെ വൈഫിനെ കൊണ്ട് പറയിച്ചത് എന്ന് പറഞ്ഞൊരു ഓർമ്മയിൽ ദേഷ്യപ്പെട്ട ഫോൺ വലിച്ചെറിയുകയാണ്. ലൈഫിൽ തലകീഴ്മറിയാന്നൊക്കെ പറയില്ലേ, അത്തരത്തിലൊരു സിറ്റുവേഷൻ. അവൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അപ്പോഴും അവൻ്റെ ചെവിയിൽ ആ ചോദ്യമുണ്ട്, ആരായിരുന്നു ഞാൻ? അപ്പോൾ അവന് തോന്നി ആ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകേണ്ട സമയം ഇതാണ്. അവൻ തന്നെ വലിച്ചെറിഞ്ഞ ആ ഫോണിനെ അവൻ തപ്പിയെടുത്തു. അവൻ ഡയൽ ചെയ്തു. ആ കോള് റിസീവ് ചെയ്യപ്പെടുന്നു. മറുതലയിൽ നിന്ന് ഐശ്വര്യലക്ഷ്മിയുടെ അമ്മ വാവിട്ട് കരയുകയാണ്. തമ്പി, എൻ പൊൺ പോയിട്ടാ, ആർക്കുമേ കഷ്ടം വെക്കാതെ എൻ പൊൺ തൂക്കല തൊങ്കിട്ടാ, എൻ പൊൺ സെത്തു പോയിട്ടാ എന്ന് പറഞ്ഞ അമ്മ ഉറക്കെ കരയുകയാണ്. ഇവന് ലോകം തലകീഴ്മറിയുന്നത് പോലെ തോന്നി. ഒരു ചെറിയ ഉത്തരം അവൻ നൽകാൻ താമസിച്ചതിന് വിലയായിട്ട് ഒരു ജീവനാണ് പോയിരിക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണോ അവൻ ആ ഉത്തരം പറയാതെ വന്നത്, അവൾ വളരെ നിസ്സാരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇറങ്ങിയങ്ങ് പോയി. എന്നാൽ തന്നെ പ്രതീക്ഷിച്ച് ഒരു ചോദ്യം ചോദിച്ച് അതിന് ഉത്തരം കിട്ടാത്തത് കൊണ്ട് തൻ്റെ ജീവൻ തന്നെ കൈവെടിഞ്ഞ ഐശ്വര്യലക്ഷ്മി താൻ ശരിയാണെന്ന് വിചാരിച്ചത്, താൻ ചേർത്ത് വെക്കണമെന്ന് വിചാരിച്ചത് എല്ലാം മിഥ്യയായിരുന്നു. അതിന് കൊടുക്കേണ്ടി വന്നൊരു വില എന്ന് പറയുന്നത് ഒരു ആയുഷ്കാലത്തെ വേദനയാണ്. ആരായിരുന്നു ഞാൻ എന്ന ഈ കഥ നിങ്ങൾക്കിഷ്ടമായോ എന്ന് എന്നെ അറിയിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ വായിച്ച് ഗ്രഹിച്ച് എൻ്റെ മുന്നോട്ടുള്ള ഈ യാത്രയിൽ എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളാണത്. അതുകൊണ്ടാണ് ഉറപ്പായിട്ട് നിങ്ങൾ എന്നെ അറിയിക്കണമെന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ കഥയിലെ കഥാപാത്രങ്ങൾ, കഥാസന്ദർഭങ്ങൾ ഇതുമായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും റിലേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നും കൂടി എന്നെ അറിയിക്കണം. തോട്ട്സ് ഓഫ് താര കല്യാൺ അവതരിപ്പിച്ച ഒരു കഥ ചൊല്ലാം നിങ്ങൾക്ക് വേണ്ടി എന്ന ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഉറപ്പായിട്ട് കാണണം കേട്ടോ. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. ഗോഡ് ബ്ലെസ് യു ഓൾ.